നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. മുസ്ലിം ലീഗ് നാളെ നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റന്നാളത്തേക്ക് മാറ്റി. നേതൃസമിതി നാളെ യോഗം ചേരുന്നുണ്ട്. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലെ ഒത്തുതീർപ്പ് ഫോർമുല നേതൃത്വം നാളെ പരിഗണിക്കും. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സമീർ, എന്തുകൊണ്ടാണ് മറ്റന്നാളത്തേക്ക് പ്രഖ്യാപനം മാറ്റിയിരിക്കുന്നത്? അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ തുടർച്ചയായ ചർച്ചകൾ, കഴിഞ്ഞ ചർച്ചയിൽ എന്ത് തീരുമാനമുണ്ട് എന്നത് പുറത്തു പറയാതെയാണ് ലീഗ് നേതാക്കൾ പോയത്. ചർച്ച പോസിറ്റീവാണെന്ന് മാത്രമേ ലീഗ് നേതൃത്വം അറിയിച്ചിട്ടുള്ളൂ. നാളെ ഒരു തീരുമാനമെടുക്കും, മാധ്യമങ്ങളോട് പറയുമെന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും എം.കെ. മുനീറും ഒക്കെ പറഞ്ഞത്. ഇതാ ഇപ്പോൾ അറിയുന്നു, ആ യോഗം നാളെ നടക്കുമെങ്കിലും തീരുമാനം മറ്റന്നാളത്തേക്ക് മാറ്റിയെന്നത്. എന്താണ് സംഭവിച്ചത് സമീർ? വിജയകുമാർ, നാളെ പാണക്കാട് നേതൃയോഗം ചേരുന്നുണ്ട്. എന്നാൽ ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക മുസ്ലിം ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയിലുണ്ടായ ധാരണ പാണക്കാട് സാദിഖ് അലി തങ്ങളെ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ ധരിപ്പിക്കും. ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്യും. എന്നാൽ സ്ഥാനാർത്ഥി നിർണയമോ സ്ഥാനാർത്ഥി പ്രഖ്യാപനമോ നാളെ ഉണ്ടാകില്ല. അത് മറ്റന്നാൾ ചേരുന്ന യോഗത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നാളത്തെ അസൗകര്യമാണ് ഇത്തരം ഒരു വിശദമായ യോഗത്തിലേക്ക് പാർട്ടി അല്ലെങ്കിൽ നേതാക്കൾക്ക് ഇരിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് തടസ്സമായി നേതാക്കളുടെ വിശദീകരണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്ന് വളരെ വിശദമായി തന്നെ ചർച്ചകൾ, അനൗദ്യോഗിക ചർച്ചകൾ വളരെ പാർട്ടിയിൽ നടന്നിരുന്നു. എന്നാൽ ഇത് ഈ ചർച്ചകൾ നടത്തിയത് നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണം എന്നുള്ള തീരുമാനത്തിന് പുറത്തായിരുന്നു. പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പരിപൂർണമായി എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മലപ്പുറത്ത് എ.ടി. മുഹമ്മദ് ബഷീർ എം.പി മത്സരിക്കണമെന്ന് ഇന്നത്തെ ചർച്ചയിൽ ധാരണയായെങ്കിലും പൊന്നാനിയിലും അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ ആരെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ തന്നെ തീരുമാനമാവാത്ത ഘട്ടമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നാളത്തെ സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനവും ചർച്ചയും മാറ്റി നാളെ ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ പാണക്കാട് സാദിഖ് തങ്ങളെ ധരിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം. വിജയകുമാർ. യെസ്, കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലെ ഒത്തുതീർപ്പ് ഫോർമുല നാളത്തെ നേതൃയോഗത്തിൽ പരിഗണിക്കും. പക്ഷേ പ്രഖ്യാപനം മറ്റന്നാളെ ഉണ്ടാകൂ. എന്തൊക്കെയാണ് അതിൽ നടക്കുന്ന ചർച്ചകളുടെ സ്വഭാവം എന്നത് സംബന്ധിച്ച് ചില സൂചനകളെ പുറത്തു വന്നിട്ടുള്ളൂ. രാജ്യസഭാ സീറ്റ് ലീഗ് നേതൃത്വം ആ ഒത്തുതീർപ്പ് വ്യവസ്ഥ സ്വീകരിച്ചിട്ടുണ്ടോ, അംഗീകരിച്ചിട്ടുണ്ടോ എന്നതിലൊക്കെ ചർച്ചകൾ തുടരുകയാണ്. സമീർ ബിൻ കരീമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്നും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ലെന്ന അഭ്യൂഹങ്ങൾക്കിടെ റായ്ബറേലിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ച് സമാജ്വാദി പാർട്ടി. നിർദ്ദേശം ചർച്ച ചെയ്യാമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. BJPക്കെതിരെ കടുത്ത പോരാട്ടം നടത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. രാഹുൽ ഒരു സീറ്റിൽ മാത്രമേ മത്സരിക്കൂ എന്നാണ് സൂചന. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഘടകവും റായ്ബറേലിയോ അമേഠിയോ മത്സരിക്കാൻ രാഹുൽ തെരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. മൂന്നാം തവണയും അധികാരത്തിലേക്ക് മടങ്ങാനുള്ള BJPയുടെ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനം ഉത്തരേന്ത്യയാണ്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏകപക്ഷീയ വിജയം പാർട്ടി പ്രതീക്ഷിക്കുന്നു. രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളാണ് BJPക്ക് പ്രതീക്ഷ നൽകുന്നത്. BJPയുടെ ഈ അമിതാത്മവിശ്വാസം തങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ ഗുണമാകുമെന്നാണ് ഇന്ത്യ ഘടകകക്ഷികളുടെ വിശ്വാസം. സമാജ്വാദി പാർട്ടി, RJD, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ തന്ത്രങ്ങളുടെ അടിസ്ഥാനവും ഇതുതന്നെ. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ നിന്ന് മികച്ച നേട്ടം പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിനോട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉത്തർപ്രദേശിൽ നിന്ന് വേണമെന്ന ആവശ്യവും SP ഉന്നയിച്ചിട്ടുണ്ട്. അമേഠിയിൽ തയ്യാറല്ലെങ്കിൽ റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കട്ടെ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തോടുള്ള SPയുടെ നിർദ്ദേശം. കോൺഗ്രസ് ആകട്ടെ മുമ്പത്തെ പോലെ മുൻവിധിയോടെയല്ല രാഹുൽ ഗാന്ധിയുടെ ഉത്തർപ്രദേശിലെ പോരാട്ടത്തെ വിലയിരുത്തുന്നതും. രാഹുൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം AICC ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം രാഹുൽ ഇത്തവണ ഒരു സീറ്റിൽ മാത്രമേ ലോക്സഭയിലേക്ക് മത്സരിക്കൂ എന്നാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ ധാരണ. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്ന സൂചനയാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. RSS വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിയാണ് ഇന്ത്യ സഖ്യം മത്സരിക്കുന്നതെന്നും ബിനോയ് വിശ്വം 24നോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാനിടയില്ല. ആ വാർത്ത ശരിയാണെങ്കിൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യും. ഞാൻ പറയും, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ വിവേകത്തെയാണിത് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് എപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധിയോട് വ്യക്തിപരമായ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു, ആദരവുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും കാരണം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന
ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ പറ്റിയുള്ള ബോധ്യമാണ്. കളത്തിലിറങ്ങി CPI. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും തൃശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയും മാവേലിക്കരയിൽ CA അരുൺകുമാറും LDF ലോക്സഭാ സ്ഥാനാർത്ഥികളാകും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. സംസ്ഥാനത്ത് LDFന് അനുകൂലമായ സാഹചര്യമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ആദ്യം മുതൽ പറഞ്ഞുകേട്ട പേരുകളിൽ മാറ്റമുണ്ടായില്ല. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി മാറി നിൽക്കാൻ ശ്രമിച്ച പന്ന്യൻ രവീന്ദ്രനും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടെ തർക്കമുയർന്നെങ്കിലും CA അരുൺകുമാറും CPIയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടു. തിരുവനന്തപുരം സഖാവ് പന്ന്യൻ രവീന്ദ്രൻ, മാവേലിക്കര സഖാവ് CA അരുൺകുമാർ, തൃശൂർ സഖാവ് VS സുനിൽകുമാർ, വയനാട് സഖാവ് ആനി രാജ. ഇതായിരിക്കും CPI സ്ഥാനാർത്ഥി പട്ടിക. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സംസാരിച്ചതോടെയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പന്ന്യൻ രവീന്ദ്രൻ തയ്യാറായത്. ശശി തരൂരിനെയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം നേരിടുന്നത്. മാവേലിക്കരയിൽ CA അരുൺകുമാറിന്റെ പേരിൽ ജില്ലാ കൗൺസിലുകളിലുണ്ടായ ഭിന്നത സംസ്ഥാന എക്സിക്യൂട്ടീവിലുമുണ്ടായി. പക്ഷേ അരുൺ തന്നെ മത്സരിക്കട്ടെ എന്നായിരുന്നു തീരുമാനം. ആലപ്പുഴ ജില്ലാ കൗൺസിൽ അംഗമാണ് അരുൺകുമാർ. തൃശൂരിൽ VS സുനിൽകുമാർ അല്ലാതെ മറ്റൊരു പേരും സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലുണ്ടായില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ ആനി രാജയെ മത്സരിപ്പിക്കണമോ എന്ന ആലോചന പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും വനിതാ പ്രാതിനിധ്യം ആനി രാജയ്ക്ക് ഗുണമായി. ഒറ്റ MP പോലും BJPക്ക് വേണ്ടി ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കേരളത്തിലാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്? കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയം സീറ്റിലേക്ക് തോമസ് ചാഴികാടനെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. CPIM നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നാളെ വൈകിട്ടോടെ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകും. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPIക്ക് ലഭിച്ച 4 സീറ്റുകളിലും കരുത്തരെ രംഗത്തിറക്കിയിരിക്കുകയാണ് പാർട്ടി. ദേശീയ നേതാവെങ്കിലും ആനി രാജ തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതുമുഖമാണ്. അരുൺകുമാറും ആദ്യമായാണ് മത്സരിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ, VS സുനിൽകുമാർ എന്നിവർക്ക് തെരഞ്ഞെടുപ്പ് പുതുഗോതയല്ല. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇനിയില്ലെന്ന നിലപാട് തിരുത്തിയാണ് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരത്തിനിറങ്ങുന്നത്. ജന്മം കൊണ്ട് കണ്ണൂരെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരൻ. 2005 ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ജയിച്ചു കയറിയതിന്റെ ആത്മവിശ്വാസവും കരുത്താകും. ജന്മം കൊണ്ട് കണ്ണൂരാണെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരമാണ്. ഞാൻ എന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഇനിയും അവരുടെ കൂടെ ഉണ്ടായിരിക്കും എന്നും എന്ന കാര്യം ഇവിടുത്തെ എല്ലാ വോട്ടർമാർക്കും ഞാൻ ഒന്നുകൂടി ഉറപ്പു കൊടുക്കുന്നു. അവരെ കൂടെ അവരിൽ ഒരാളായി ഞാനുമുണ്ടാകും. തൃശൂർ തിരികെ പിടിക്കാൻ തനി തൃശൂർകാരനായ VS സുനിൽകുമാറിനെയാണ് പാർട്ടി നിയോഗിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയറിയാത്ത ചരിത്രമാണ് VS സുനിൽകുമാറിന്റേത്. സുനിൽകുമാറിന്റെ ജനകീയ അടിത്തറയും പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നു. ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം തൃശ്ശൂർ മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ എല്ലാ മണ്ഡലങ്ങളും MLA-മാർ LDF MLA-മാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ വെച്ച് പരിശോധിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഞങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നേടിയിട്ടുള്ള മുന്നണിയാണ് LDFന്റെ മുന്നണി. മാവേലിക്കരയിൽ യുവനേതാവായ CA അരുൺകുമാറിനെയാണ് ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത്. മന്ത്രി P പ്രസാദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ CA അരുൺകുമാർ AISF, AIYF എന്നീ സംഘടനകളിലൂടെ നേതൃപാടവം തെളിയിച്ചയാളാണ്. മാവേലിക്കരയിലെ പൊതുസമൂഹം നല്ല പ്രതികരണമായിരിക്കും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കാണിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ആശങ്കകളുമില്ല. ഞങ്ങൾ കൂടുതൽ കരുത്തോടു കൂടിയിട്ട് മാവേലിക്കരയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. വയനാട്ടിൽ ദേശീയ നേതാവായ ആനി രാജയെ തന്നെ രംഗത്തിറക്കിയത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയുമാണ് ആനി രാജ. മണിപ്പൂരിലടക്കം വസ്തുതാന്വേഷണത്തിൽ അംഗമായ ആനി രാജ പാർട്ടിയുടെ ഏക വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ്. സാധാരണക്കാരായ മനുഷ്യരാണ് വയനാട്ടിലുള്ളത്. അവരുടെ കൂടെ നിന്നുകൊണ്ട്, അല്ല ഞാൻ തന്നെ എന്തെങ്കിലും വിപ്ലവം പ്രവർത്തിക്കും, അത് സാധ്യമല്ല. അവരോടൊപ്പം നിന്നുകൊണ്ട് ആ വിഷയങ്ങൾ പഠിക്കുന്നതിനും ആ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും ഒക്കെയുള്ള ഒരു മുതൽക്കൂട്ടായിരിക്കും. കടലാസിലെ കരുത്തർ കളത്തിൽ എങ്ങനെ പോരടിക്കുമെന്ന കാത്തിരിപ്പാണ് ഇനി. 24 തിരുവനന്തപുരം. അടുത്തതും മറ്റൊരു തെരഞ്ഞെടുപ്പ് വാർത്ത തന്നെയാണ്. കണ്ണൂരിൽ സുധാകരൻ തന്നെ.
KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇക്കാര്യം സുധാകരനോട് ആവശ്യപ്പെട്ടു. തനിക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. കേരളത്തിൽ പരമാവധി നേട്ടം. സംഘടനാ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നാൽ അതിന് സാധിക്കില്ല. പരിഹാരമെന്ത്? കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നീളുകയാണ്. കെ സുധാകരൻ ലോക്സഭയിലേക്ക് കണ്ണൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാൻ തയ്യാറെടുക്കാൻ സുധാകരനോട് ദേശീയ നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടു. താല്പര്യമില്ലെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് വഴങ്ങാമെന്നാണ് സുധാകരൻ നൽകിയിരിക്കുന്ന സൂചന. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ പക്ഷേ സുധാകരൻ ഇപ്പോൾ തയ്യാറല്ല. എനിക്ക് നിർദ്ദേശം കിട്ടിയില്ല. കെ സുധാകരൻ സ്ഥാനാർത്ഥിയാകുന്നതിന് സമാനമായി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരത്തിനിറങ്ങും. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ ഇപ്പോഴും ദേശീയ നേതൃത്വത്തിൽ രണ്ട് പക്ഷമാണുള്ളത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ പ്രഖ്യാപിക്കാൻ സാധ്യത. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V മുരളീധരനും സ്ഥാനാർത്ഥികളാകും. കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കുമെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും. ഒട്ടനവധി പേരുകൾ പരിഗണിച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. തൃശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ V മുരളീധരൻ, പാലക്കാട് C കൃഷ്ണകുമാർ, കാസർഗോഡ് PK കൃഷ്ണദാസ്, മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി എന്നിവരാണ് പട്ടികയിൽ. പത്തനംതിട്ടയിലാവട്ടെ PS ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, PC ജോർജ് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. എന്നാൽ PC ജോർജിനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന BDJS തീരുമാനം BJP ദേശീയ നേതൃത്വം മുഖവിലക്കെടുക്കാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട് മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിനാണ് പ്രഥമ പരിഗണന. വടകരയിൽ MT രമേശ്, ആലപ്പുഴയിൽ ലിഷ രഞ്ജിത്ത്, ആലത്തൂരിൽ ഷാജിമോൻ വട്ടേക്കാട്, കണ്ണൂരിൽ ഈ അടുത്ത് കോൺഗ്രസിൽ നിന്നെത്തിയ C രഘുനാഥ്, KP പ്രകാശ് ബാബു, പൊന്നാനി പ്രഫുൽ കൃഷ്ണൻ, എറണാകുളത്ത് അനിൽ ആന്റണി, വിനീത ഹരിഹരൻ, TP സിന്ധുമോൾ, കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ, PB ഗോപകുമാർ എന്നിവരാണ് പട്ടികയിൽ. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പാർലമെന്ററി ബോഡി യോഗത്തിനു ശേഷം ഡൽഹിയിൽ പ്രഖ്യാപിച്ചേക്കും. ഒരുപാട് മാറ്റം പൊതുമണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകാൻ കേരളത്തിൽ നിന്ന് MPമാര് NDAക്കുണ്ടാവുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ തിരുവനന്തപുരത്തെത്തും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി NDA നേതാക്കൾ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ PC ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ BJPയുമായി ലയിക്കും. 24, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് NK പ്രേമചന്ദ്രൻ MP. ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ കൃത്യമായി നിരീക്ഷിക്കുന്നയാളാണ് പ്രധാനമന്ത്രി. കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അനുഗ്രഹമാണെന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടതായും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം, പൂർത്തീകരണം മാസത്തിൽ എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമ്മെ സംബന്ധിച്ച് വളരെ വളരെ അനുഗ്രഹീതമാണ്. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ KSFE ഓഫീസിൽ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കളക്ഷൻ ഏജന്റായ മായാദേവിക്കാണ് പരിക്കേറ്റത്. കളർകോട് ശാഖയിൽ ഉച്ചയോടെയാണ് സംഭവം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, ഈ യുവതിക്ക് കാര്യമായ പരിക്കേറ്റു എന്ന് നേരത്തെ തന്നെ മനീഷ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താണ് അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ? വിജയകുമാർ, കഴുത്തിന് നേർക്കാണ് ഇയാൾ ഈ കത്തി വീശിയത്. പക്ഷേ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. കഴുത്തിന് താഴെ തോളിന് മുകളിലായിട്ടാണ് മുറിവേറ്റത്. ആഴത്തിലുള്ള മുറിവുണ്ട്. അതിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്.
ആരോഗ്യനില ഇതിലെ തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ്. ഉച്ചയ്ക്ക് കളർകോട് KSFBയുടെ കളർകോട് ശാഖയിലെ കളക്ഷൻ ഏജന്റ് കൂടിയായിരുന്നു മായാദേവി. കളക്ഷൻ എല്ലാം പൂർത്തിയാക്കി 1 മണിയോടുകൂടി ബാങ്കിലെത്തി KSFB ശാഖയിലെത്തിയ സമയത്താണ് സുരേഷ് ബാബു ഈ ശാഖയുടെ മുൻപിൽ കാത്തിരുന്നത്. ആ സമയത്ത് മറ്റാളുകളുമായി ജീവനക്കാരുമായി സംസാരിച്ചു നിൽക്കുന്ന ഇടയിലാണ് പുറകിൽ നിന്ന് വന്ന സുരേഷ് ബാബു കയ്യിൽ കരുതിയിരുന്ന വടിവാൾ ഊരി മായയുടെ കഴുത്ത് ലക്ഷ്യമാക്കി വെട്ടുകയായിരുന്നു. തലനാരിഴയ്ക്ക് മാത്രം മാറിയത് കൊണ്ട് മാത്രമാണ് തോളിന് മുറിവേറ്റത്. സുരേഷിന്റെ ഭാര്യ ഇതിന് കാരണമായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. സുരേഷിന്റെ ഭാര്യ നേരത്തെ സുരേഷിനെതിരെ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുരേഷ് കഴിഞ്ഞ ഡിസംബർ 22 മുതൽ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപ് വരെയാണ്, അതായത് അത്രയും ദിവസം ജയിലിലായിരുന്നു. 3 ദിവസങ്ങൾക്ക് മുൻപ് ജയിൽ മോചിതനായി. മായ പറഞ്ഞതനുസരിച്ച്, അതായത് സുരേഷിന്റെ ഭാര്യ ഈ പരാതി കൊടുക്കാൻ കാരണം മായയാണ്. അതുകൊണ്ട് തന്നെ മായയോട് സ്വാഭാവികമായും വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇയാളുടെ മകളുടെ സ്കൂളിലെത്തി മകളെ കാണണമെന്ന് പറഞ്ഞു. പക്ഷെ സ്കൂൾ അധികൃതർ തയ്യാറായില്ല. ഈ വിവരം മായയുടെ സഹോദരിയെ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഈ വൈരാഗ്യത്തിനെ തുടർന്ന് KSFB ശാഖയിലെത്തിയത്. മായയാൾ വെട്ടുന്നത് കണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരാളാണ് അടുത്ത ഓടിയെത്തിയത്. സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് ആയിട്ടുള്ള മാനേജർ ചന്ദ്രബാബുവിന്റെ സമയോചിത ഇടപെടൽ മൂലം മാത്രമാണ് ജീവൻ രക്ഷിക്കാനായത്. ഈ ഓടിയെത്തി അയാളെ പിടിച്ചു മാറ്റുകയായിരുന്നു. മാനേജർ അമീനെ ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർ ആ സമയത്ത് തന്നെ മായയെ ആശുപത്രിയിൽ എത്തിച്ചു. ചന്ദ്രബാബു മറ്റുള്ളവരും ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തി പിന്നീട് സൗത്ത് പോലീസിന് കൈമാറി. വൈദ്യ പരിശോധന ഇയാൾക്ക് ഷുഗർ താഴ്ന്നതിനെ തുടർന്ന് പ്രതിയെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണ്. ഇയാൾക്കെതിരെ വധശ്രമത്തിനടക്കമുള്ള കേസ് പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഇയാളെ നാളെ രാവിലെയോടുകൂടി തന്നെ സ്റ്റേഷനിലേക്ക് മാറ്റുമെന്നും സൗത്ത് CA KP തോംസൺ അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. ആലപ്പുഴ KSFB ഓഫീസിലെ ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. വീണ്ടും കോഴക്കഥകൾ. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLA. CMRLന് കീഴിലുള്ള KREML കമ്പനിക്ക് പരിധിയിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുവെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. ആരോപണം ചീറ്റിപ്പോയ പടക്കമെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. CMRLന്റെ ഉപകമ്പനിയായ KREML ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ 20 വർഷമായി 66 ഏക്കർ ഭൂമി കൈവശം വച്ചിരുന്നു. ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന ഭൂമി 15 ഏക്കറാണ്. ഭൂമിക്ക് ഇളവ് നൽകണമെങ്കിൽ ജില്ലാതല സമിതി പരിശോധിക്കണം. 2021 മുതൽ 3 തവണ കമ്പനിയുടെ അപേക്ഷകൾ ജില്ലാതല സമിതിയും തുടർന്ന് റവന്യൂ വകുപ്പും തള്ളി. പിന്നീടാണ് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുന്നത്. ഇതിനായി സ്വന്തം വകുപ്പ് അല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി യോഗം വിളിച്ചു. തുടർന്ന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി ചെയ്യാനുള്ള കുറിപ്പ് മന്ത്രിസഭാ യോഗത്തിൽ വെച്ചു. ഇതോടെ ജില്ലാ സമിതിക്ക് മുമ്പാകെ കമ്പനി വീണ്ടും അപേക്ഷ നൽകി. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ 2022 ജൂണിൽ സമിതി അംഗീകാരവും നൽകി. എന്നാൽ കേസുള്ളതിനാൽ അനുമതി നൽകാൻ കഴിയില്ല എന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ നിലപാട്. ഇതോടെ കമ്പനിക്ക് കോടതിയിൽ പോകാനുള്ള വഴി തുറന്നെന്നും ജില്ലാതല സമിതി അനുമതി നൽകിയതിനാൽ ഭൂമി കൊടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ കാണിക്കുന്ന ഫയൽ നോട്ടിങ്സ് ആണ്. മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ സ്വീകരിക്കുകയും അതേ മീറ്റിംഗ് വിളിച്ച് മിനിറ്റ്സ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്തു. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കായി CMRL നൽകിയ 135 കോടിയിൽ സിംഹഭാഗവും ലഭിച്ചത് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ. ഇതിന്റെ യഥാർത്ഥ അഴിമതി നടത്തിയത് മുഖ്യമന്ത്രിയാണ്. സിംഹഭാഗം പണം വാങ്ങിയത് 100 കോടിയോളം രൂപ വാങ്ങിയിട്ടുള്ളത് പിണറായി വിജയൻ ആസ് പെർ ദ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ഫൈൻഡിങ്സ്. ആ ഫൈൻഡിങ്സ് പ്രകാരം മുഖ്യമന്ത്രിയാണ്. വിവാദ കമ്പനിക്ക് മൈനിംഗ് ലീസ് നൽകിയത് 2004-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണെന്ന് മന്ത്രി P. രാജീവ് തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി യോഗം വിളിച്ചത് പൊതുവായ കാര്യങ്ങൾക്കെന്ന് അന്നേ വ്യക്തമാക്കിയതാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കരിമണലെടുത്ത് CMRLന് നൽകുന്നുവെന്ന ആരോപണം നേരത്തെ ചീറ്റിപ്പോയതാണ്. കൈവശം വെക്കാവുന്നതിനേക്കാൾ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയ UDFന്റെ MLA ഇളവ് നൽകണമെന്ന അപേക്ഷ തള്ളിയ LDFനെതിരെ അസംബന്ധവുമായി വരികയാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. 24 തിരുവനന്തപുരം.
അതേസമയം മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട SFIO അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് KSIDC ചെയ്യേണ്ടിയിരുന്നതെന്ന് ഹൈക്കോടതി. KSIDC നോമിനിക്ക് CMRL കമ്പനിയിൽ നടന്നത് അറിയില്ലെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. സത്യം കണ്ടെത്താനാണ് ശ്രമമെന്ന് KSIDCയോട് ഹൈക്കോടതി പറഞ്ഞു. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ KSIDC എന്നും കോടതി ചോദിച്ചു. KSIDCക്ക് CMRLന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അറിയില്ലെങ്കിൽ അക്കാര്യം CMRL കോടതിയെ അറിയിക്കട്ടെ എന്നും ഹൈക്കോടതി പറഞ്ഞു. ഹർജി അടുത്ത മാസം വീണ്ടും പരിഗണിക്കും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. അപേക്ഷയുമായി കൊടിസുനിയും കൂട്ടരും. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന ഹർജിയിൽ നാളെയും വാദം തുടരും. ശിക്ഷയിൽ ഇളവ് അനുവദിക്കണമെന്ന് പ്രതികൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. പ്രതികളുടെ മാനസിക ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും നൽകാൻ കോടതി നിർദ്ദേശിച്ചു. കേസിൽ അനുകൂല വിധി പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് KK രമ പ്രതികരിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരും KK രമയും നൽകിയ ഹർജിയിന്മേലാണ് വാദം. 11 പ്രതികൾ നേരിട്ടും 12ാം പ്രതി ജ്യോതിബാബു ഓൺലൈനായും ഹാജരായി. ജ്യോതിബാബുവിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്നും ഡയാലിസിസ് നടത്തേണ്ടതിനാലാണ് നേരിട്ടെത്തിക്കാത്തതെന്നും ജയിൽ സൂപ്രണ്ട് കോടതിയെ അറിയിച്ചു. വധശിക്ഷ വിധിക്കാതിരിക്കാൻ എന്തെങ്കിലും ബോധിപ്പിക്കേണ്ടതുണ്ടോ എന്ന് പ്രതികളോട് കോടതി ചോദിച്ചു. നിരപരാധിയാണെന്നും കേസിൽ ഇളവ് അനുവദിക്കണമെന്നും പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. വീട്ടിൽ മറ്റാരുമില്ലെന്ന് 1ാം പ്രതി MC അനൂപ് കോടതിയിൽ പറഞ്ഞു. നിരപരാധിയാണെന്ന് കൊടിസുനിയും വീട്ടിൽ പ്രായമായ അമ്മ മാത്രമേയുള്ളൂവെന്ന് കിർമാണി മനോജും കോടതിയെ അറിയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ജ്യോതിബാബുവും ആവശ്യപ്പെട്ടു. പ്രതികൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞതുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി KK രമ പ്രതികരിച്ചു. വളരെ അപൂർവമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് അത് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റാണ് നമ്മൾ ആഗ്രഹിച്ചത്. പ്രതികളുടെ മാനസിക ശാരീരിക നിലയെക്കുറിച്ചുള്ള റിപ്പോർട്ടും ജയിലിലെ പെരുമാറ്റ രീതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടും കോടതിയിൽ കൈമാറിയിരുന്നു. കേസിൽ നാളെ വീണ്ടും വാദം തുടരും. 24 കൊച്ചി. വാർത്താമഴ തുടരുന്നു. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വയനാട് പനവള്ളിയിൽ കടുവ ആടിനെ കൊന്നു. പനവള്ളി സർവാണിക്കൊല്ലി കോളനിയിലെ ബിന്ദുവിന്റെ ആടിനെയാണ് കടുവ പിടിച്ചത്. വനം വകുപ്പ് പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അരുൺ പാഴയ്ക്കൽ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. അരുൺ, ഇന്ന് ഒന്നിലധികം റിപ്പോർട്ടുകൾ വയനാട് പലയിടങ്ങളിൽ നിന്നായി കടുവയുടെ ആക്രമണം സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഒരിടത്ത് ഈ തൊഴിലാളികൾ തന്നെ കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുകയും ചെയ്തു. ഇതേത് മേഖലയിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, വയനാട് പനവള്ളി മേഖലയിലാണ് ഇപ്പോൾ കടുവയുടെ ആക്രമണം പുതുതായി ഉണ്ടായിരിക്കുന്നത്. തിരുനെല്ലി ഭാഗത്താണ് ഈ പ്രദേശമുള്ളത്. പനവള്ളി ഭാഗത്ത് പനവള്ളി സർവാണിക്കൊല്ലി കോളനിയാണ്. ഈ കോളനിയിലെ ബിന്ദുവിന്റെ ആടിനെയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഈ വീടിന് സമീപം കെട്ടിയിരുന്ന ആടാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കടുവയ്ക്കായുള്ള പരിശോധനകളൊക്കെ തന്നെ വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് വയനാട് ജില്ലയുടെ മുള്ളംകൊല്ലി, പനവല്ലി പോലുള്ള സ്ഥലങ്ങൾ. ഈ വയനാട് കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. കർണാടകത്തിലെ നാഗർഹോള വനമേഖലയിൽ നിന്നാണ് ഈ കടുവകൾ ഇങ്ങോട്ട് കൂട്ടത്തോടെ എത്തുന്നത് എന്നാണ് നാട്ടുകാരും ആരോപിക്കുന്നത്. ഇന്ന് അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഇന്ന് മുള്ളംകൊല്ലിയിൽ നിന്ന് പിടികൂടിയ കടുവ നാഗർഹോള വനമേഖലയിൽ നിന്നുള്ളതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഭീതി വർദ്ധിക്കുകയാണ് വിജയകുമാർ. പനവല്ലി സർവാണിക്കൊല്ലി കോളനിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വനം വകുപ്പ് പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കർണാടക നാഗർഹോള റിസർവിൽ നിന്ന് കടുവകൾ എത്തുന്നു എന്നാണ് പ്രാഥമിക വിവരം. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഗ്യാൻവാബിയിൽ പൂജ തുടരാം. ഗ്യാൻവാബി പള്ളിയിൽ പൂജ തുടരാൻ അനുമതി. വാരാണസി ജില്ലാ കോടതിയുടെ ഉത്തരവിനെതിരെ പള്ളി കമ്മിറ്റി സമർപ്പിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് മസ്ജിദ് കമ്മിറ്റിയുടെ തീരുമാനം. മസ്ജിദിൽ മുമ്പ് മുദ്രവെച്ച നിലവറകൾക്കുള്ളിൽ ആരാധന നടത്താനാണ് വാരണാസി ജില്ലാ കോടതി ഹൈന്ദവ വിഭാഗത്തിന് അനുമതി നൽകിയത്. ഈ ഉത്തരവിലായിരുന്നു ഹൈക്കോടതിയിലെ അപ്പീൽ. ജില്ലാ കോടതി വിധിയിൽ തെറ്റില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു.
ജില്ലാ കോടതി ഉത്തരവിനെതിരെ മസ്ജിദ് കമ്മിറ്റിയുടേതായിരുന്നു അപ്പീൽ. കേസിന്റെ മുഴുവൻ രേഖകളും ഹൈക്കോടതി വിളിച്ചു വരുത്തിയിരുന്നു. ജില്ലാ കോടതി പുറപ്പെടുവിച്ച വിധിയിൽ ഇടപെടേണ്ട ആവശ്യമുള്ളതായി കരുതുന്നില്ലെന്ന് ഹർജി തീർപ്പാക്കി ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ വ്യക്തമാക്കി. ജനുവരി 31-നാണ് ഗ്യാൻവാബിയിൽ പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത്. ഫെബ്രുവരി 1-ന് തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള പൂജാരിമാർ നിലവറയിൽ പൂജ നടത്തുകയും ചെയ്തു. 10 നിലവറകൾക്ക് മുന്നിൽ പൂജ നടത്താനായിരുന്നു അനുമതി. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം വിഭാഗം സൂചിപ്പിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. കർഷക രോഷം ഉയരുന്നു. ഡൽഹി ചലോ മാർച്ചിനിടെ യുവ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം രാജ്യവ്യാപകമായി ശക്തമാവുകയാണ്. കർഷക സംഘടനകൾ ദേശീയ ട്രാക്ടർ മാർച്ച് നടത്തി. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു. കൊല്ലപ്പെട്ട ശുഭകരണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ കർഷകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ദേശീയ തലത്തിൽ കർഷകർ പ്രതിഷേധം ശക്തമാക്കുന്നത്. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ട്രാക്ടർ മാർച്ച് ആരംഭിച്ചു. കൂടുതൽ സംഘടനകൾ സമരരംഗത്തേക്കെത്തി. UP ജേവറിലും ഗ്രേറ്റർ നോയിഡയിലും യമുന എക്സ്പ്രസ് ഹൈവേയിലും കർഷകർ ട്രാക്ടർ മാർച്ച് നടത്തുകയാണ്. ഡൽഹി അതിർത്തികളിൽ കനത്ത ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. റോഡുകളിൽ ട്രാക്ടർ നിറയ്ക്കുമെന്നും സർക്കാർ കർഷകരെ മറക്കാതിരിക്കാനാണ് പ്രതിഷേധമെന്നും BKU വക്താവ് രാകേഷ് ടിക്കായത്ത്. दिल्ली की तरफ को जाने वाले हाईवे जो खास करके डिवाइडर हाईवे होंगे उस पर ट्रैक्टर लगाओ. अब जैसे ये हरिद्वार से दिल्ली हरिद्वार रोड है तो इस पे हरिद्वार, मुजफ्फरनगर, मेरठ और गाजियाबाद के लोग रहेंगे. ऐसे ही मुरादाबाद साइड के हैं, अमरोहा, हापुड़, गाजियाबाद, ऐसे ही दूसरी साइड के हैं. सरकार के दिमाग से किसान शब्द ना निकले, ये हमको प्रोग्राम करने पड़ते हैं. അതേസമയം കൊല്ലപ്പെട്ട ശുഭ്കരണിന്റെ മൃതദേഹം ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്താൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ അനുവദിക്കൂവെന്നാണ് കർഷക സംഘടനകളുടെ നിലപാട്. കർഷകർക്ക് ഭക്ഷണം വിളമ്പിയ യുവാവിനെ ഹരിയാന പോലീസ് മർദ്ദിച്ചതിൽ ഹരിയാന പോലീസിനെതിരെ അമരീന്ദർ സിംഗ് വിമർശനമുന്നയിച്ചു. 24, ഡൽഹി. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മൂന്നാറിൽ പടയപ്പയുടെ വിളയാട്ടം. നേമക്കാട് നിർത്തിയിട്ടിരുന്ന കാറും ഇരുചക്രവാഹനവും കാട്ടാൻ ആക്രമിച്ചു. രാവിലെ ഇതേ സ്ഥലത്ത് പടയപ്പ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലാണ് പടയപ്പയുടെ പരാക്രമം. വൈകിട്ട് 5 മണിയോടെ റോഡരികിൽ നിർത്തിയിട്ട ബൈക്കും കാറും ആക്രമിച്ചു. ആനയെ കണ്ട് യാത്രക്കാർ ഓടിമാറിയതിനാൽ അപകടം ഒഴിവായി. സംഭവ സമയം അതുവഴിയെത്തിയ ട്രാക്ടറിന് നേരെയും കാട്ടാന പാഞ്ഞെടുത്തു. சும்மா அப்படியே லொக்கேஷன் தான் பார்த்துட்டு இருந்தோம். பார்த்துட்டு இருக்கும்போது திடீர்னு சடனாக பார்க்கும்போது பேக்கில் யானை வந்துச்சு. வண்டி எடுக்கலாம் போவோம் பார்த்தோம், எனக்கு கொஞ்சம் பயமாக இருந்துருச்சு. வந்தோடனே தூரம் மாறிட்டோம். வந்தோடனே வண்டி உடச்சிருச்சு. வண்டி உடச்சி அதுக்கடுத்து ஒரு காரையும் உடச்சிருச்சு. பேக்கு பிரேக் எதுவுமே ஒர்க் ஆகலை, டிஸ்பிளே ஒர்க் ஆகலை, அப்படியே இருக்குது. രാവിലെ നയമക്കാട് എസ്റ്റേറ്റ് റോഡിലാണ് പടയപ്പ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് സിമന്റ് കയറ്റി വന്ന ലോറി 1 മണിക്കൂർ തടഞ്ഞു നിർത്തി. ആന ഇപ്പോഴും എസ്റ്റേറ്റ് മേഖലയിൽ തുടരുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷമാണ് പടയപ്പ ജനവാസ മേഖലയിൽ എത്തിയത്. 24, ഇടുക്കി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.